വിവിധ ജില്ലകളിലെ തദ്ദേശ അദാലത്തുകളിൽ വ്യക്തികൾ നൽകിയ പരാതികൾ പൊതുചട്ടങ്ങളിലെ മാറ്റത്തിന് വഴി തുറന്നതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജില്ലാ തദ്ദേശ അദാലത്ത് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചട്ടത്തിന്റെയും നിയമത്തിന്റെയും തെറ്റായ വ്യാഖ്യാനം കൊണ്ടോ യാന്ത്രികമായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടോ കുരുക്കിൽ അകപ്പെട്ട ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും അവർക്ക് നീതി ലഭ്യമാക്കുവാനും ഉള്ളതാണ് അദാലത്തെന്ന് മന്ത്രി പറഞ്ഞു. 10,000-കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന പൊതു തീരുമാനങ്ങളാണ് അദാലത്തുകളിൽ എടുത്തത്. ഇളവുകൾ, മാനുഷികമായ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ്. എന്നാൽ എല്ലാ ചട്ടലംഘനങ്ങളും സാധൂകരിച്ച് നിയമലംഘനങ്ങളെ സാധൂകരിക്കാനുള്ള വേദിയല്ല അദാലത്തുകൾ എന്ന് കൂടി വ്യക്തമാക്കുകയാണ്. ഇതുവരെയുള്ള അദാലത്തുകളിൽ 86% മുതൽ 90% വരെ പരാതിക്കാർക്ക് അനുകൂലമായിട്ടാണ് തീർപ്പാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതിക്കും വാടകയ്ക്കും ആ രണ്ടിന്റെയും കുടിശ്ശികയ്ക്ക്, വസ്തുനികുതി, വാടക എന്നിവയുടെ കുടിശ്ശികയ്ക്ക് കൂട്ടുപലിശ ഈടാക്കുന്നത് അവസാനിപ്പിക്കാനുള്ള തീരുമാനം അദാലത്തിലെ ഒരു പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഉണ്ടായത്. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ മാസവും കുടിശ്ശികയിൽ 2% പലിശ ചുമത്തുകയും ഇത് കുടിശ്ശികയ്ക്കൊപ്പം ചേർത്ത് അടുത്ത മാസം ഈ പലിശയ്ക്ക് മുകളിൽ വീണ്ടും പലിശ ചുമത്തുകയുമാണ് ചെയ്തു വരുന്നത്. ഇത് അന്യായമായൊരു ബാധ്യത നികുതിദായകർക്കും വാടകക്കാർക്കുമെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പലിശ മുതലിൽ ചേർത്ത് അതിനു മേലെ വീണ്ടും പലിശ കണക്കാക്കുന്ന, ഏറെ വർഷങ്ങളായി നിലനിൽക്കുന്ന തെറ്റായ ഒരു രീതി പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായ ആളുകളെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ജീവിത പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളും പൊതു തീരുമാനങ്ങളും അദാലത്തിലുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നഗരപ്രദേശങ്ങളിൽ, കോർപ്പറേഷൻ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ 2 സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന 100 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് മുന്നിൽ 3 മീറ്റർ വീതിയുള്ള വഴിയാണെങ്കിൽ ഫ്രണ്ട് യാർഡ് സെറ്റ് ബാക്ക് 1 മീറ്ററായി കുറച്ചുകൊണ്ട് ചട്ടഭേദഗതി കൊണ്ടുവരാനുള്ള തീരുമാനം. വ്യക്തികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിരവധി സുപ്രധാനമായ പൊതു തീരുമാനങ്ങൾ അദാലത്തിൽ നിന്നുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതി, വാടക കുടിശ്ശികയ്ക്ക് കൂട്ടുപലിശ ഈടാക്കുന്നത് ഒഴിവാക്കിയ തീരുമാനം എടുത്തത് അദാലത്തിൽ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നും മന്ത്രി പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളുകൾ, വൃദ്ധസദനങ്ങൾ, അഗതി മന്ദിരങ്ങൾ എന്നിവയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനായുള്ള സൂപ്പർവിഷൻ ചാർജ് ഒഴിവാക്കാനും തീരുമാനമെടുത്തതായും മന്ത്രി അറിയിച്ചു. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഡോക്ടർ വി. ശിവദാസൻ MP, MLA-മാരായ KV സുമേഷ്, KP മോഹനൻ, M. വിജിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു, റൂറൽ ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സ്ഥിരം സമിതി ചെയർമാൻ VK സുരേഷ് ബാബു, കേരള മുനിസിപ്പൽ ചെയർമാൻ ചേംബർ എക്സിക്യൂട്ടീവ് അംഗം P. മുകുന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CM കൃഷ്ണൻ, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PP ഷാജർ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M. ശ്രീധരൻ, കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സറീന A. റഹ്മാൻ, ADM K. നവീൻ ബാബു, ചീഫ് ടൗൺ പ്ലാനർ ഷിജി E. ചന്ദ്രൻ, LHD ചീഫ് എഞ്ചിനീയർ KG സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു.